കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക മാസം നക്ഷത്രഫലം. കുംഭക്കൂറ് അവിട്ടം രണ്ടാമത്തെ പകുതി, ചതയം പൂരോരട്ടാതി ആദ്യത്തെ 3 പാദങ്ങൾ. വ്യാഴം 4-ലും ശനി ജന്മത്തിലും, അത് ജന്മശനി ദോഷമാണ്. സൂര്യൻ 10-ലും രാഹു 2-ലും കേതു 8-ലും സഞ്ചരിക്കുന്നു. ഇവൻ അവർക്ക് ജന്മശനി ദോഷമുണ്ടെങ്കിൽ തന്നെ എല്ലാ രംഗങ്ങളിലും ഒരു പ്രവർത്തന വിജയം വരുവാനുള്ള സാധ്യതയുണ്ട്. അത് വ്യാഴം 4-ലും അതിൻ്റെയൊക്കെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ്. കരാർ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കതിലെ ലാഭമാണ് പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ രാഷ്ട്രീയ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം കർമ്മമേഖലയായിട്ട് ആഗ്രഹിച്ചവർ അല്ലെങ്കിൽ അതിലായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു ശുഭമായിട്ടുള്ള സമയമാണ്. ഇലക്ഷന് നിൽക്കുക വെച്ചാൽ ഇലക്ഷന് ജയിക്കൽ, അല്ലെങ്കിൽ സീറ്റ് കിട്ടാനാണെങ്കിൽ ആ സീറ്റ് ലഭിക്കൽ, അങ്ങനെ ഒരു ശുഭപര്യവസായിയായിട്ടുള്ള ഒരു സമയമാണ് കുംഭക്കൂറുകാർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഉണ്ടാവുന്നത്. നിഗൂഢ ശാസ്ത്രങ്ങളിൽ താല്പര്യം ഉണ്ടാവുക, അതായത് ജ്യോതിഷം, മാന്ത്രികം, അതുപോലെ തന്നെ മാജിക്, ഒക്കെയാണ് നിഗൂഢശാസ്ത്ര ഇതിൽ വരുന്നതാണ് ഇവരൊക്കെ. അതുമാത്രമല്ല, അങ്ങനെ പലതും ഉണ്ടല്ലോ. അങ്ങനത്തെയുള്ള നിഗൂഢമായിട്ടുള്ള, അതായത് എല്ലാവർക്കും അതൊരു ഒരു ഈസി ഗോയിങ്ങോ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കനിയല്ലാത്ത നിഗൂഢശാസ്ത്രങ്ങളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ടാകും. നൂതനാശയങ്ങൾ പ്രായോഗിക തലത്തിൽ എത്തിക്കും. സഹപ്രവർത്തകരുടെ സഹായം പ്രതീക്ഷിക്കാം. ആധ്യാത്മിക കാര്യങ്ങളിൽ കുറച്ചധികം താല്പര്യം വർദ്ധിക്കും, പ്രത്യേകിച്ച് ഈ വൃശ്ചിക മാസത്തിൽ. മണ്ഡലകാലം കൂടിയാണല്ലോ. പൂരാഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അതിലൊരു പ്രത്യേക സ്ഥാനം വഹിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. പക്ഷേ ഇവർ വഞ്ചനയ്ക്ക് പാത്രമാകുന്ന ഒരു സമയം കൂടിയാണ്. പല കർമ്മരംഗങ്ങളിൽ വിജയമുണ്ടെങ്കിൽ തന്നെ വഞ്ചന അല്ലെങ്കിൽ പിന്നിൽ നിന്നുള്ള ചതി, കുത്ത് എന്നിവയ്ക്ക് വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ സ്വന്തം സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവരുടെ അടുത്ത് നിന്നായിരിക്കും ഈ പ്രശ്നങ്ങൾ വരിക. അതിനാൽ തന്നെ സ്വന്തം കുടുംബത്തിലെ ഒരു മനസ്സുഖം പോലും പോകും. കുടുംബത്തിൽ അസ്വസ്ഥത കൂടുതൽ വരുവാനും സാധ്യത ഈ കുംഭക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇനി എത്രയൊക്കെ സന്തോഷമുണ്ട്, കർമ്മമേഖലകളിൽ ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം കുടുംബത്തൊരു അസ്വസ്ഥത വന്നിട്ട് പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ കാര്യം? ആദ്യം ഒരാൾക്ക് വേണ്ടത് ആരോഗ്യവും ആയുസ്സുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ഇനി എന്തൊക്കെ സാമ്പത്തിക നേട്ടമുണ്ട് അല്ലെങ്കിൽ പൊതു പ്രവർത്തനങ്ങളിൽ സൂര്യനെ പോലെ മിന്നണു എന്നൊക്കെ പറഞ്ഞാലും വീട്ടിലെത്തിയാൽ ഈ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം സുഹൃത്തുക്കളായിട്ടോ അടുത്ത ബന്ധുക്കളായിട്ടൊക്കെ ചതി വരാം, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടോ ഇതോർത്തിട്ടോ കുടുംബത്തിൽ ഒരു അപ്രീതിയും ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിത പങ്കാളി തന്നെ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നൊരു സമയമാണ്. പക്ഷേ അന്നത് പ്രവർത്തിച്ചു എന്ന് വരില്ല. അവസാനം ചതി പറ്റിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നുള്ള ജീവിത പങ്കാളിയുടെ കുത്തുവാക്ക് പോലും കേൾക്കേണ്ടതായിട്ട് വരും. അതിനാൽ തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശ്വര ഭജനം തന്നെയാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. മണ്ഡലകാലല്ലേ, ഈ ജന്മശനിയുടെ ദോഷമൊക്കെ പോട്ടെ, ശാസ്താഭജനം തന്നെ നടത്തുക. പറ്റുവെച്ചാൽ ശബരിമലയിൽ തന്നെ പോവുക, മാലയിട്ട വ്രതം നോറ്റിട്ട് തന്നെ അയ്യനെ കാണാൻ പോവുക. അതൊക്കെ തന്നെയാണ് വേണ്ടത്. ഏറ്റവും വലിയ ദാനം മാറ്റിയിട്ടുള്ള അന്നദാനം നടത്തുക. അതിൽ കവിഞ്ഞിട്ടുള്ള പാപപരിഹാരങ്ങളൊന്നുമില്ല. വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുക. അപ്പം തന്നെ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. ശരിക്കും ഈശ്വരധ്യാനം തന്നെയാണ് ഏറ്റവും വേണ്ടത്. നിങ്ങളിതെല്ലാം ചെയ്യൊന്നും ചെയ്യാതെ ഭഗവാനെ ഭജിക്കാതെ നിങ്ങളുടെ വഴിപാടുകൾ വെറും ഒരു പൈസയിൽ ഒതുക്കുന്നത് അത്ര കാര്യമല്ല. പൂജയ്ക്കും വഴിപാടുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമില്ല എന്നല്ല പറയണത്, അത് വേണം. പക്ഷേ അതിലുപരി നിങ്ങൾ ഈശ്വരനുമായിട്ടൊരു ഭജനം വേണം. ഈശ്വരമായിട്ടുള്ള ഒരു പറച്ചിൽ, ഒരു ഏറ്റവും നല്ല കേൾവിക്കാരനല്ലേ അദ്ദേഹം. നിങ്ങൾക്ക് കൂടുതൽ ഏറ്റവും ബെസ്റ്റ് ലിസണറെ എവിടെയാണ് കിട്ടുക? അദ്ദേഹത്തോട് പറയുക. അത് കേൾക്കാതിരിക്കില്ല, നിങ്ങൾക്ക് മറുപടി ലഭിക്കും. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ വന്ന് സംസാരിക്കുന്ന പോലെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടോ അല്ലെങ്കിൽ ശ്രവണ സുഖമായിട്ടോ കേൾക്കുന്നതായിരിക്കണം എന്നില്ല ഈശ്വരമായിട്ടുള്ള സംവാദം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഉത്തരം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തിനെങ്കിലുമൊക്കെ നമുക്ക് വിശ്വസിക്കണ്ടേ എന്ന് വിചാരിച്ചപ്പോൾ നിരീശ്വരന്മാരായിട്ടുള്ള ആളുകൾ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ജീവിക്കുന്നില്ലേ?
അപ്പോൾ എന്തിലെങ്കിലുമൊക്കെ ഒന്ന് വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് ഭഗവാൻ തന്നെയാണല്ലോ. അവിടുന്ന് എന്തായാലും ചതി പ്രതീക്ഷിക്കേണ്ടല്ലോ. അപ്പോൾ പറ്റുന്നത് പോലെ അത് പ്രതീക്ഷിക്കുക. ഒന്നുമില്ലെങ്കിലും വീണ് പോയിച്ചാൽ അവിടെ കിടക്കാതെ ഒന്ന് എണീറ്റ് അങ്ങോട്ട് പോകാൻ നോക്കുക. കാരണം നമ്മൾ വീണ് പോയാൽ നമുക്ക് തന്നെ വേണ്ടു, അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. നമ്മുടെ ഒരു ദോഷം എടുക്കാനോ പാപം എടുക്കാനോ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റിയതിനെ പറ്റി ആലോചിച്ച് കിടക്കാതെ ആ മുറിവിനെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള ആലോചിച്ചിട്ട് മുന്നേറുക. അത്രയേ ഉള്ളൂ. നമസ്കാരം.